ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി ഫെസ്റ്റിലാണ്. വെളി ഗ്രൗണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മോണ്ടി തുള്ളിച്ചാട്ടം ഈ ആമസോൺ ഫോറസ്റ്റ് എന്നുള്ള ബോർഡ് കണ്ടേക്കുന്നതുകൊണ്ടാണ്. ഇവൻ ആനിമൽസിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. ബേർഡ്സിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏതെങ്കിലും ഒരു ബേർഡ് കയ്യിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കുറേ നോക്കി. പക്ഷേ ഞങ്ങൾ കയറിയ സമയത്ത് ബേർഡ്സിനെ അപ്പം അങ്ങോട്ട് തുറന്നു വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ പറന്ന് കിടക്കാനുള്ള ഒരു മൂഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ബേർഡ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഇഗ്വാനയും അതുപോലെ തന്നെ ആഫ്രിക്കൻ പാരറ്റ് സംസാരിക്കുന്നതും പിന്നെ ബോൾ പൈത്തനൊക്കെ ഉണ്ട്. വേഷം കെട്ടല്ലേ ജോ? ഇതിനൊക്കെ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എല്ലാം നല്ല ടേംഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പോലെ ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും ഓടിയാൽ മതി എന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഇതിൽ ശരിക്കും ലയിച്ച് നിൽക്കുവാണ്. ഇവിടെ നിന്ന് നമ്മളൊരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും കുറേ സ്റ്റോളുകളൊക്കെ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അപ്പോൾ നമ്മൾ യൂഷ്വൽ എക്സ്പോസിൽ കാണുന്ന പോലത്തെ സ്റ്റോൾസൊക്കെയാണ് ഉള്ളത്. ബുക്സ് ഉണ്ട്, അതുപോലെ ഫുഡുണ്ട്, പിന്നെ കുറേ ഡ്രസ്സിൻ്റെയും അതുപോലെ ചെരുപ്പിൻ്റെയും മസാജിൻ്റെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോൾസ് വരുന്നുണ്ട്. പക്ഷെ ഓരോ സ്റ്റോൾസും തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം നമ്മൾ ഒരു 2 മണിയായപ്പോഴത്തേനാണ് ഇവിടെ കയറിയത്. ഇന്ന് സൺഡേ ആയിട്ട് 2 മണിക്കാണ് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് ഓരോ സ്റ്റോൾസൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. മോർണിംഗ് 11 o'clock ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവർ പറഞ്ഞത് 2 മണിയാകും ഇവിടെ ഓപ്പൺ ആവാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് ഇവിടെ വന്ന് കയറിയത്. അപ്പോഴും ഇവിടെ ഓരോന്നോരോന്ന് ഓപ്പണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ടൈമിങ്സ് കറക്റ്റായിട്ട് കൺഫേം ചെയ്തിട്ട് പോവാം. ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. വളരെ കുറച്ച് സ്റ്റോൾസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. എനിക്കൊന്നും ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് ഫുള്ളി ഓപ്പൺ ആയി ആ ഒരു ഫുൾ വൈബ് കിട്ടുന്നത്. ഫുഡ് കോർട്ടിലും ഒരു ടീ സ്റ്റോള് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഇതുപോലെ ഒരു പ്ലേ ഏരിയ വരുന്നുണ്ട്. പിള്ളേർക്ക് ഒരു 60 rupees കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കളിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്റ്റേജ് ഇവിടെയുണ്ട്. അവിടെ കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈവനിങ് ആകുമ്പോഴത്തേനും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എൻട്രി ഫീസ് വരുന്നത് 60 rupees ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.